എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവത്തെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ ഒന്നുമില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള അനുഭവമാണ്. വേഗം കേൾക്കാം. നമ്മുടെ ഗ്രൂപ്പിലെ രമാ സജീവൻ, നമ്മുടെ എഴുത്തുകാരി അയച്ചതെന്നാണ്. ഹരേ കൃഷ്ണ, നമസ്കാരമുണ്ട് ശ്രീകാന്ത് സാർ. എനിക്ക് വലിയ ഒരു അനുഭവം പറയാനുണ്ട്. സാറിന്റെ തിരക്ക് മനസ്സിലാക്കിയാണ് ഞാൻ വൈകിച്ചത്. നോവൽ എഴുതുമ്പോൾ ആദ്യം ഭഗവാന് സമർപ്പിക്കണം എന്നായിരുന്നു സങ്കല്പിച്ചത്. എന്നാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുസ്തകം സമർപ്പിക്കാനും പൂജിക്കാനുമായി ചെന്നപ്പോൾ നാത്തൂന്റെ അമ്മ പറഞ്ഞു, മോളെ സമർപ്പിക്കണമെന്നില്ല, പൂജിച്ചു വാങ്ങിയാൽ മതിയെന്ന്. അമ്മ അത്യാവശ്യം ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആളാണ്. ഞാനതനുസരിച്ചു. പ്രായമുള്ള അമ്മ പറഞ്ഞതല്ലേ, എങ്ങനെ ധിക്കരിക്കുമെന്ന് വിചാരിച്ചു പൂജിച്ചു വാങ്ങി. ഭഗവാന് കൊടുക്കാൻ കൊണ്ടുപോയത് എൻ്റെ ബാഗിൽ തന്നെ വെച്ചു. അന്നു മുതലേ ഭഗവാന് കൊടുത്തില്ലല്ലോ എന്ന ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങി. എപ്പോൾ പുസ്തകം എടുത്താലും മനസ്സിലങ്ങ് കുറ്റബോധമായി. എന്നാൽ ഇനി ആരോടും പറയണ്ട, ഭഗവാന് പുസ്തകം സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനും കൊച്ചുമകൻ ഗോവർദ്ധനുമായി കഴിഞ്ഞ മാസം 1-ാം തീയതി തൊഴാൻ ചെന്നപ്പോൾ പുസ്തക സമർപ്പണം എഴുതി ഞാൻ പുസ്തകം സമർപ്പിച്ചു. 1-ാം തീയതിയും രോഹിണി നാളും ആയതിനാൽ നല്ല തിരക്കായിരുന്നു. ആർക്കും ആരെയും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ആ തിരക്കിനിടയിൽ തിരുമേനി എന്നെ വിളിച്ചു ചോദിച്ചു, താങ്കളല്ലേ കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം പൂജിക്കാൻ വന്നത്? ഞാൻ അതേന്ന് പറഞ്ഞു. ആ തിരക്കിനിടയിൽ തിരുമേനി തലയാട്ടി ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇത് തന്നെ ആയിരുന്നല്ലോ അന്ന് പൂജിച്ചതല്ലേ? ഞാൻ അതേന്ന് പറഞ്ഞു. തിരുമേനി ചിരിച്ചു തലയാട്ടിക്കൊണ്ട് ഞാൻ അന്നേ വായിച്ചു, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണോ ഭഗവാന് തരുന്നതെന്ന്. എനിക്ക് എന്ത് പറയണമെന്നറിയാതെ നിസ്സഹായായി തിരുമേനിയെ നോക്കി. ആ തിരുമേനി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, വിഷമിക്കണ്ട, ഞാൻ അന്നേ വായിച്ചായിരുന്നു. ആ ചിരിയിലും സംസാരത്തിലും ഭഗവാൻ ക്ഷമിച്ചെന്നും സ്വീകരിച്ചെന്നും എനിക്ക് ബോധ്യമായി. ഭഗവാൻ എഴുതിച്ച നോവൽ മിഴികളിൽ ഒഴുകിയ പുഴ. എൻ്റെ മനസ്സിലിരുന്ന് ഭഗവാൻ അത് ചോദിച്ചു വാങ്ങിയല്ലോ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ കൊച്ചുമകൻ ഗോവർദ്ധനോട് പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു, ശരിയാ, ഈ തിരക്കിനിടയിൽ അമ്മയെ നോക്കി നിന്ന് തിരുമേനി ചോദിച്ചല്ലോ. ഞാനും അതിശയിച്ചു പോയി. അമ്മ ഇപ്പോഴല്ലേ പുസ്തകം കൊടുത്തത്, പിന്നെ എങ്ങനെ തിരുമേനി വായിക്കും? ഞാൻ പറഞ്ഞു, മോനെ, അത് തിരുമേനിയല്ല, ഭഗവാനായിരുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് അമ്പലപ്പുഴ കണ്ണൻ തന്ന കൃഷ്ണാനുഭവം. ശ്രീകാന്ത് സാറിന് സമയം കിട്ടുന്നത് പോലെ ഇതൊന്ന് പറയണേ. ഇത് പറയാൻ പറ്റിയില്ലെങ്കിലേ എന്താ കഥ? ശരിക്കും ഒരു കോരിത്തരിപ്പുണ്ടായിരുന്നു അല്ലേ? ഭഗവാനാണ് വായിച്ചത്, വേറെ ആരുമല്ല. അത്രയും മനോഹരമായിട്ട് ഈ പുസ്തകം ഞാനും വാങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ള കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട്. മനോഹരമായ എഴുത്തായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു അറിയോ? കൊച്ചുമകൻ്റെ പേര് ഗോവർദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഗംഭീര പേരാണെന്നറിയോ? ഞാൻ ഗോവിന്ദൻ ആദ്യം ഇടാൻ വിചാരിച്ച പേര് ഗോവർദ്ധൻ ആയിരുന്നു. എല്ലാം ഒന്ന് തന്നെയാണല്ലോ അല്ലേ? എന്താ മനോഹരമായി ആ പേരും കൂടെ കേട്ടപ്പോൾ ഗോവർദ്ധൻ. ആഹാ, മനോഹരം. എല്ലാവരിലേക്ക് എത്തിക്കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട്. ഹരേ കൃഷ്ണ.